ശബരിമലയിൽ വരി നിന്നെത്തിയ തീർത്ഥാടകർക്ക് തടസ്സം സൃഷ്ടിച്ച് നടൻ ദിലീപ് ദർശനം നടത്തിയ വിഷയം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇന്ന് പരിഗണിക്കും. സന്നിധാനത്തെ CCTV ദൃശ്യങ്ങൾ ഇന്ന് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. സംഭവത്തിൽ ബന്ധപ്പെട്ടവരോട് കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. ഉമേഷ് ചേരുന്നു വിവരങ്ങളുമായിട്ട്. ഉമേഷ്, ഈ ദിലീപ് ശബരിമലയിൽ പോവുകയും ദർശനം നടത്തുകയും ചെയ്തത് വലിയ വിവാദമായിരിക്കുന്ന ഒരു ഘട്ടമാണ്. കോടതിയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിഷ്വൽസും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇക്കാര്യത്തിൽ കൂടുതലായി നടക്കുന്ന സംഭവങ്ങൾ എന്താണ്? ഇതിൽ കോടതിയുടെ വിമർശനം രൂക്ഷമായിട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അതെ പ്രിയ, ഇന്നലെയാണ് കോടതി ഈ വിഷയം പരിഗണിച്ച് ഈ വിഷയത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. ഇന്നലെ വ്യാഴാഴ്ച രാത്രിയാണ് ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ആ സമയത്ത് മറ്റ് ഭക്തർക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ ദിലീപ് ദർശനം നടത്തി എന്നുള്ളതാണ് കോടതി നിരീക്ഷിച്ചത്. അതായത് ഒട്ടേറെ പേർ വരി നിന്ന് ശബരിമലയിൽ ദർശനത്തിനെത്തി നിൽക്കുന്ന സമയത്ത് ദർശനത്തിന് കാത്തു നിൽക്കുമ്പോഴാണ് ദിലീപ് പോലീസ് അകമ്പടിയോടെ അവിടെ എത്തുകയും ശബരിമലയിൽ ദർശനം നടത്തുകയും ചെയ്തത്. മാത്രമല്ല, ഈ ഹരിവരാസനം പാടി നടയടയ്ക്കുന്ന സമയത്താണ് ദിലീപ് എത്തിയത്. അത് കഴിയുവോളം ദിലീപ് അത്തരത്തിൽ തന്നെ അവിടെ തുടർന്നു എന്നുള്ളതാണ് കോടതി വിലയിരുത്തിയത്. ഇത് മറ്റ് ഒട്ടേറെ പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരടക്കമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ട് ഈ പ്രശ്നത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് കോടതി കണ്ടത്. അതുകൊണ്ട് ആരാണ് ഇത്തരത്തിൽ ദിലീപിന് ഇങ്ങനെ പോലീസ് അകമ്പടിയോടെ അവിടെ ദർശനം നടത്താൻ അനുമതി നൽകിയത് എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. ഈ വിഷയത്തിൽ ഈ പ്രത്യേക പരിഗണന, അതായത് ഭരണഘടനാ പദവി വഹിക്കുന്നവർക്ക് മാത്രമാണ് ഇങ്ങനെയൊരു VIP പരിഗണന നൽകുക. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ദിലീപിന് അത്തരം പരിഗണന കിട്ടിയത് എന്നൊക്കെയാണ് കോടതി ചോദിച്ചത്. ഈ വിഷയത്തിൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറോടും സോപാനം സ്പെഷ്യൽ ഓഫീസറോടും പോലീസിൻ്റെ സ്പെഷ്യൽ ഓഫീസറോടുമൊക്കെ വിശദീകരണം കോടതി തേടിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇന്ന് ഈ വിഷയം പരിഗണിക്കുമ്പോൾ ആ സമയത്തെ സന്നിധാനത്ത് നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് നൽകും എന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. ഈ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും എന്നും കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചതാണ്. തിങ്കളാഴ്ചയായിരിക്കും വിശദമായ റിപ്പോർട്ട് നൽകുക. ഇന്നിപ്പോൾ ഈ വിഷയം പരിഗണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ വിശദീകരണം നൽകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഒപ്പം CCTV ദൃശ്യങ്ങളടക്കം കോടതിയിൽ ഹാജരാക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ശരി, എന്തായാലും ശബരിമലയിൽ ദിലീപ് മറ്റു തീർത്ഥാടകർക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ദർശനം നടത്തിയ വിഷയം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിക്കുകയാണ്. സന്നിധാനത്തെ CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകും, ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള വിമർശനം വിഷയത്തിൽ കോടതി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വലിയ പ്രാധാന്യത്തോടെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഉമേഷാണ് കൊച്ചിയിൽ നിന്നും ഇതിന്റെ വിശദാംശങ്ങൾ നൽകിയത്.